ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൻ്റെ പാറ്റേൺ അല്ല ഊപ്സിൻ്റെ. ഓക്കെ, അതായത് ഈ ഊപ്സിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബ്രേക്കും കണ്ടിന്യൂ, പിന്നെ ഈ ഇതാണ് ഡാറ്റ ടൈപ്സും, പിന്നെ ഡിക്ലറേഷൻ, ഇനിഷ്യലൈസേഷൻ ഒക്കെയാണ് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കാണാത്തവർക്ക് ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ഓർ പ്രീ ഇൻക്രിമെൻറ്റ്. ഇത് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിളിലൂടെയാണ് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു തരുന്നത്. പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എക്സ് അസൈൻ 5 ആണെന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എക്സ് അസൈൻ 5 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇതാ എക്സ് പ്ലസ് പ്ലസ് കൊടുത്താണ്ട, അതായത് വേരിയബിളിൻ്റെ നെയിമും പിന്നെ പ്ലസ് പ്ലസ്, ഇതാണ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ്. അതായത് വേരിയബിളിൻ്റെ നെയിം മുമ്പ് കിടക്കും, എന്നിട്ട് പ്ലസ് പ്ലസ്. ഓക്കെ, ഇതാണ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ്. പോസ്റ്റ് ഇൻക്രിമെൻ്റിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ എക്സ് അല്ല ആദ്യമുള്ള അവർ എക്സ് എടുത്തിട്ട് വൈയിലേക്ക് സ്റ്റോർ ചെയ്യും, എന്നിട്ട് എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. അതായത് എക്സിൻ്റെ ഈ പ്ലസ് പ്ലസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഇവിടെ മുമ്പിലാണ് എക്സ് ഉള്ളതെങ്കിൽ എക്സ് എടുത്തിട്ട് വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് എക്സ് പ്ലസ് പ്ലസ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഒരു അറേൻ്റെ ഇതുണ്ട്, അതായത് ഇതില്ലേ നമ്മുടെ ഓൺലൈൻ GDP ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കമ്പ്യൂട്ടറിൽ ഇവിടെ ഞാൻ ഇതൊക്കെ മാറ്റുന്നുണ്ട്, എന്നിട്ട് ഞാനത് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് പ്ലസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ് കൊടുത്തത്. പോസ്റ്റ് പോലെ എക്സ് നിൽക്കുന്നു. ഓക്കെ, ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് അതായത് മുമ്പിൽ എക്സ് ആണുള്ളത്, എന്നിട്ട് പ്ലസ് പ്ലസും, അതിപ്പോൾ പോസ്റ്റ് പോലെ നിൽക്കുന്നു. അപ്പോൾ പോസ്റ്റ് ഇൻക്രിമെൻ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ എക്സും പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, വൈയും പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ജസ്റ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ കണ്ടോ, ഞാൻ പറഞ്ഞു തന്ന അതേപോലെ തന്നെ ഉണ്ടോ. അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂ 5 ആയിരുന്നു. ഓക്കെ, എന്നിട്ട് ആ ഒരു വേരിയബിളിനെ നമ്മൾ വൈയിലേക്ക് സ്റ്റോർ ചെയ്ത്, വൈയുടെ വാല്യൂ ഉണ്ടോ 5 അല്ല പ്രിൻ്റ്. ഈ ഇൻക്രിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് എക്സ് ആണ് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ് ഉള്ളതെങ്കിൽ ആദ്യം നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ എടുത്ത് വൈയിലേക്ക് സ്റ്റോർ ചെയ്യും, എന്നിട്ട് പ്ലസ് പ്ലസ് ചെയ്യും. ഓക്കെ, അതായത് എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെ ഒന്ന് കൂട്ടും. അതായത് എക്സ് ഇത് വേറൊരു രീതിയിൽ എഴുതാനാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം, അതായത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഈ എക്സ് പ്ലസ് പ്ലസ്, അതായത് എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെ ഒന്ന് കൂട്ടിയിട്ട് എക്സിലേക്ക് വെക്കുന്ന പരിപാടിയാണ് ഈ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എക്സിൻ്റെ വാല്യൂ ആദ്യം 5 ആണ്, ആ ഒരു 5 ഇവിടത്തേക്ക് വരും, എന്നിട്ട് എക്സിൻ്റെ വാല്യൂ എന്താണോ ഇവിടെ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ് ഉള്ളത് കൊണ്ട് ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണോ ഉള്ളത് ആ ഒരു എക്സിൻ്റെ വാല്യൂ വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. അതുകൊണ്ടാണ് നമുക്കിവിടെ 5 കിട്ടിയത്. ഓക്കെ, എന്നിട്ട് എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെ ഒന്ന് കൂട്ടും, എന്നിട്ട് 5 ഉള്ളത് 6 ആക്കും. അതുകൊണ്ടാണ് നമുക്ക് 6 കിട്ടിയത്. ഇനി നമ്മളിവിടെ പ്രീ ഇൻക്രിമെൻ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ന് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ 5, എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് വൈയിലേക്ക് എടുത്ത് വെക്കും. ഓക്കെ, ഇപ്പോൾ കാണുന്നില്ല എക്സും വൈയും സെയിം വാല്യൂ, അതായത് എക്സിൻ്റെ വാല്യൂ ആദ്യം 5 ആയിരുന്നു, എന്നിട്ട് ഇവിടെ എക്സ് പ്ലസ് പ്ലസിനെ പ്ലസ് പ്ലസ് എക്സ്, അതായത് പോസ്റ്റ് ഇൻക്രിമെൻറ്റിനെ വൈയിലേക്ക് എടുത്ത് വെക്കണം. പോസ്റ്റ് അല്ല, പ്രീ ഇൻക്രിമെൻറ്റിനെ. അത് എന്ന് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ പ്ലസ് അല്ലേ ഉള്ളത്, അപ്പോൾ ആദ്യം തന്നെ ഇൻക്രിമെൻ്റ് നടത്തും, എന്നിട്ട് വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണ് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എക്സ് പ്ലസ് പ്ലസ് എക്സ് എന്ന പോസ്റ്റ് ഇൻക്രിമെൻ്റ്, അതായത് 5 ഉള്ള എക്സിനെ 6 ആക്കി സ്റ്റോർ ചെയ്യും. ഓക്കെ, അത് പിന്നെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും, എന്നിട്ട് ആ ഒരു വാല്യൂ ആണ് ഈ ഒരു വൈയിലേക്ക് വെക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ ഒരു വ്യത്യാസം. ഇനി ഈ ഒരു വ്യത്യാസം നമ്മൾ ഫോർ ലൂപ്പ് കാണിച്ചാൽ ഒരു വ്യത്യാസം വരത്തില്ല, കാരണം ഫോർ ലൂപ്പിൽ എല്ലാ കണ്ടീഷനും നോക്കിക്കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. അവിടെ ഇൻക്രിമെൻ്റ് മാത്രമേ ഉള്ളൂ, ഒന്നിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല.
അതുകൊണ്ട് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ഓർ പ്രീ ഇൻക്രിമെൻ്റ് ലൂപ്പിൽ യൂസ് ചെയ്താൽ ഒരു വ്യത്യാസവും കാണിക്കത്തില്ല. പക്ഷേ ഇതുപോലത്തെ കേസിലൊക്കെയാണ് ഈ ഒരു വ്യത്യാസം വരുത്തുന്നത്. ഓക്കെ, ഇവിടെ എന്ന് ചെയ്യുന്നത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ആ ഒരു വാല്യൂവിനെ ഇവിടെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ ഒരു വേരിയബിൾ പ്ലസ് ചെയ്യും, ഒന്ന് കൂട്ടും. ഇവിടെ നമ്മൾ പ്രീ ഇൻക്രിമെൻ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം പ്ലസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. അതാണ് രണ്ടും തമ്മിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.